സീസൺ 6നെ സംബന്ധിച്ച് ഒരു ട്രേഡ് മാർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു നോറ മുസ്കാൻ. അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഈ താരം സീസൺ തുടങ്ങി ആദ്യ ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും വല്ലാതെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. തന്റെ ഇമോഷൻസിനെ മറച്ചു പിടിക്കാതിരിക്കുകയും പറയാനുള്ള കാര്യങ്ങൾ ആരായാലും മുഖത്തു നോക്കി പറയുകയും ചെയ്തുകൊണ്ടും പലരും എതിർക്കാൻ ഭയന്നിരുന്ന ചില മത്സരാർത്ഥികളെ നേർക്കുനേർ നിന്ന് എതിർത്തിരുന്നതൊക്കെ തന്നെയായിരുന്നു നോറ സെറ്റ് ചെയ്ത ട്രേഡ് മാർക്ക്. ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തത പുലർത്തിയ മാറ്റിപ്പിടിക്കൽ നടത്തിക്കൊണ്ട് തന്നെ 91 ദിവസവും കളിച്ച ഗെയിമർ തന്നെയായിരുന്നു നോറ മുസ്കാൻ. എന്നാൽ ഫിനാലെ വീക്കിന് തൊട്ടു മുൻപ് ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുകയാണ് നോറ. ഏത് മത്സരാർത്ഥിയും ആഗ്രഹിക്കുന്ന ഫൈനൽ 5ലേക്ക് നോറയ്ക്ക് ഇടം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ബിഗ് ബോസ് ഹൗസ് ഒരു സമൂഹമാണെങ്കിൽ സാമൂഹിക ജീവിതം തീർത്തും കുറഞ്ഞ മത്സരാർത്ഥിയായിരുന്നു നോറ. ഈ സീസണിലെ മത്സരാർത്ഥികളിൽ ഏറ്റവും ഉയർന്നു കേട്ട ശബ്ദങ്ങളിലൊന്ന് നോറയുടേതായിരുന്നു. ചീവീടിന്റെ ശബ്ദം എന്നൊക്കെ പലരും കളിയാക്കിയിരുന്നുവെങ്കിലും ശബ്ദം കൊണ്ട് പലപ്പോഴും നോറയ്ക്ക് ഗുണം കിട്ടിയിരുന്നു. ബിഗ് ബോസ് വീട്ടിലുള്ളവരിൽ ഏറ്റവും കൂടുതൽ തർക്കങ്ങളിലും വാഗ്വാദങ്ങളിലും ഏർപ്പെട്ട ഒരാളും നോറയായിരുന്നു. എന്നാൽ പറഞ്ഞതിൽ 95% തന്നെക്കുറിച്ച് മാത്രമുള്ള കാര്യങ്ങളായിരുന്നു. തന്നെ നേരിട്ട് ബാധിക്കാത്ത ഹൗസിലെ പൊതുവിഷയങ്ങളിൽ ഇടപെടൽ തീരെ കുറവ്. ഇനി അത്തരം കാര്യങ്ങൾ ആണെങ്കിൽ പോലും നോറ പറഞ്ഞു വരുമ്പോൾ അത് വ്യക്തിപരമായ ഒരു കാര്യമായി മാറുമായിരുന്നു. ഇതിൽ നിന്നൊക്കെയാണ് സ്വാർത്ഥതയുള്ള ഒരു മത്സരാർത്ഥി എന്ന ഇമേജ് നോറയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ നിന്ന് ലഭിച്ചത്. എതിരാളികളുമായി നോറ നടത്തിയിട്ടുള്ള ചില വാക് പോരാട്ടങ്ങൾക്കൊക്കെ പ്രേക്ഷകരിൽ നിന്നും കയ്യടി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ ഇമേജ് അവസാനം വരെ അവരെ വിടാതെ നിന്നു. തന്റെ പല ഉറച്ച നിലപാടുകളും പറയുന്നതിലെ വ്യക്തത പ്രേക്ഷകർക്കും മറ്റു മത്സരാർത്ഥികൾക്കും മനസ്സിലാവുന്നില്ല എന്നതും നോറയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരുന്നു. പോയിന്റുകൾ പറയുന്നതിന് പകരം അതിന്റെ എക്സ്പ്ലനേഷൻസ് കൊടുത്തുകൊണ്ട് 10 സെക്കൻഡിൽ തീർക്കേണ്ട കാര്യം 5 മിനിറ്റിലേക്ക് നീട്ടി കേൾവിക്കാരന്റെ താല്പര്യം പതിയെ കുറയുന്നതും നോറയോട് സംസാരിക്കാനും പലതും ചോദിക്കാനും മടിക്കുന്നതുമൊക്കെ പലരിലും കാണാമായിരുന്നു. അത് പിന്നീട് നോറയോടുള്ള മത്സരാർത്ഥികളുടെ വിമുഖതയായിട്ട് ചിത്രീകരിക്കപ്പെടുകയായിരുന്നു. വളരെ സീരിയസ് ആയി പറയേണ്ട പല കാര്യങ്ങൾ പോലും വളരെ നീട്ടി പരത്തി പറഞ്ഞതിനാൽ അത് കോമഡിയായി മാറിയ സന്ദർഭങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന്, ഒരു സ്ക്രീനിനപ്പുറവും ഇപ്പുറവും ഇരുന്ന് 2 പേർക്ക് സംസാരിക്കാനുള്ള ടാസ്ക്. മുഖത്ത് നോക്കി പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കാതെ പറയാനുള്ള സാഹചര്യമാണ് ബിഗ് ബോസ് അന്ന് ഒരുക്കിയത്. നോറയ്ക്ക് സംസാരിക്കേണ്ടിയിരുന്നത് സിജോയോടായിരുന്നു. എന്നാൽ 2 ബസറുകൾക്കുള്ളിൽ സിജോയോട് ഒരു ചോദ്യം ചോദിച്ച് പൂർത്തിയാക്കാൻ പോലും നോറയ്ക്ക് സാധിച്ചിരുന്നില്ല. പരത്തി പറയുന്നതിനാൽ നോറയുടെ വാക്കുകൾക്ക് സഹമത്സരാർത്ഥികളിൽ നിന്ന് ഒരു ഗൗരവവും ലഭിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിൽ പോലും ഗോൾഡൻ റാബിറ്റ് ഗെയിമിലെ നോറയുടെ സ്ട്രാറ്റജിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി പോലും ലാലേട്ടന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അങ്ങനെ തന്നെ ഒരു രഹസ്യമായി ഇരിക്കട്ടെ എന്നും ലാലേട്ടൻ പറഞ്ഞ് ചിരിച്ചു തള്ളുകയായിരുന്നു. ബിഗ് ബോസിൽ പ്രേക്ഷക പ്രീതി നേടാനുള്ള മറ്റൊരു വഴി അവരെ രസിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ടാസ്കുകളിൽ പോലും ചെയ്യാൻ പറ്റുക എന്നതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അർജുൻ എന്ന മത്സരാർത്ഥിക്ക് കഴിഞ്ഞ ആഴ്ച കൊണ്ട് മാത്രം കിട്ടിയ പ്രേക്ഷക പിന്തുണ. പക്ഷെ ആ രീതിയിൽ പോലും നോറ ശ്രമിച്ചിരുന്നില്ല. വളരെ രസകരമായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്ന പല സന്ദർഭങ്ങളെയും മറ്റൊരു തരത്തിലേക്ക് മാറ്റി പ്രേക്ഷകരുടെ അനിഷ്ടം സമ്പാദിക്കാൻ നോറയ്ക്ക് കഴിഞ്ഞുള്ളൂ. ഒറ്റപ്പെടൽ എന്നത് ഒരു സ്ട്രാറ്റജിയായിട്ട് നോറ പ്രത്യക്ഷത്തിൽ എടുത്തിരുന്നില്ല എങ്കിൽ പോലും പലപ്പോഴും ഒറ്റപ്പെട്ടു നിന്നിരുന്ന മത്സരാർത്ഥിയായിരുന്നു നോറ. ക്യാമറയെ പ്രണയിച്ചവൾ എന്ന ടാഗ് ലൈനും മോൺസ്റ്റർ എന്ന വിളിപ്പേരുമാണ് അതിൽ നോറയുടെ സമ്പാദ്യം. പലരും പറയാൻ മടിക്കുന്ന ചില അപ്രിയ സത്യങ്ങൾ മുഖം നോക്കാതെ വിളിച്ചു പറയാൻ ശ്രമിച്ചിരുന്നത് വീക്കെൻഡ് എപ്പിസോഡുകളിൽ കയ്യടി നേടിയിരുന്നു എങ്കിൽ പോലും നോറയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത് പേഴ്സണൽ ഗ്രഡ്ജ് എന്ന ക്യാപ്ഷനിലേക്ക് ചുരുങ്ങുകയായിരുന്നു. മറ്റു 12 മത്സരാർത്ഥികൾക്കും ഫാമിലി വീക്ക് സെൽഫ് ബൂസ്റ്റിംഗും സെൽഫ് റിയലൈസേഷനും ഒക്കെ ആയിരുന്നെങ്കിലും അൻസിബ കൃത്യമായി ആ സന്ദർഭം ഉപയോഗിച്ചത് നോറയ്ക്കൊരു തിരിച്ചടിയായിരുന്നു. അവിടെയും പ്രേക്ഷകരുടെ മുന്നിൽ മകളുടെ തെറ്റെല്ലാം പുറത്തു വന്ന ഉപ്പയെ മനസ്സിലാകാത്ത മകളായി. വളരെയധികം ഇമേജ് കോൺഷ്യസ് കൂടിയായ നോറ ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് കൂടിയായ ബിഗ് ബോസിന്റെ നാനാവിധ സാധ്യതകളെ ഉപയോഗിക്കാൻ തീരെ ശ്രമിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വീക്ക് പുറത്തു പോയിട്ട് വീണ്ടും അകത്തു വന്നതിനാൽ ഇനി ഉറപ്പായും ഫൈനൽ വീക്കിലേക്ക് താൻ കാണുമെന്ന് നോറയും നോറയുടെ ആരാധകരും കരുതിയിരുന്നു.
പക്ഷേ സീസൺ 5-ൽ ഇതുപോലെ തന്നെ സെറീനയ്ക്കും സംഭവിച്ചിരുന്നു എന്നതും അവരാരും ഓർത്തിട്ടുണ്ടാവില്ല. അവസാന നാളുകളിലേക്ക് കടക്കുമ്പോൾ സീക്രട്ട് റൂമിലിരുന്ന് പലതും കണ്ട് മനസ്സിലാക്കി സെറീന ചെയ്ത പോലെ മറ്റുള്ളവരുടെ ഗെയിമിനെ നോറ എക്സ്പോസ് ചെയ്യുമായിരിക്കും എന്ന് കരുതിയ ബിഗ് ബോസിന് തെറ്റി. കാരണം ഇത് വെറും നോറയായിരുന്നില്ല, മോൺസ്റ്റർ നോറയായിരുന്നു.